കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. ഗോമതിക്ക് ചെറിയ പരിക്കൊക്കെ പറ്റുന്നുണ്ട്. കാരണം തന്റെ വീട്ടുകാർ തന്നെ കല്യാണം വിളിക്കത്തില്ല, തന്റെ ആങ്ങളമാര് തന്നെ വിളിക്കത്തില്ല എന്നൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ഗോമതിക്ക് അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു. ആ സമയത്ത് ഗോമതി വീഴാനൊക്കെ പോയി കാലി പോയി ഇടിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഗോമതി ബെഡ് റെസ്റ്റിലായി. ബെഡിൽ നിന്ന് അങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥ ഗോമതി ഇരിക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ ബാലനാണെങ്കിലും മൂക്കത്തടിഞ്ഞ് ചുണ്ടി. കാരണം ഗോമതിയാണ് ഇത്ര നാളായിട്ട് ആഹാരങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നത്. പെട്ടെന്നൊരു ദിവസം ഗോമതി ഒന്നും ചെയ്യാതെ ചെയ്തു കൊടുക്കാതിരുന്നോണ്ട് ബാലൻ അതിൻ്റെതായ ഒരു അസ്വസ്ഥയുണ്ട്. മീനാക്ഷി കൊണ്ട് ചായ കൊടുത്തിട്ടാണെങ്കിലോ അതൊന്നും ബാലൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ഗോമതിയോട് പറഞ്ഞു, എന്നാലും നീ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു സുഖമില്ലെന്ന് പറയണം. അതെന്താ, ഞാനിവിടെ ഉണ്ടല്ലോ, എന്നാലും നീ ആഹാരം ഉണ്ടാക്കിയാലോ എനിക്ക് കഴിക്കാനൊരു തൃപ്തിയുള്ളെന്ന് പറയും. അതിനെന്താ കുഴപ്പം? ഇത് മീനാക്ഷി ഉണ്ട്, പോരാത്തതിന് അനുസരിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ അനുസരിയും മീനാക്ഷിയൊക്കെ അവരൊക്കെ ഉണ്ടാക്കിയാൽ ശരിയാവോ? നീ ഉണ്ടാക്കുന്ന പോലെ ആകുമെന്ന് ചോദിക്കാം. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, അവരൊക്കെ ഉണ്ടാക്കി തന്നോളും. ബാലേട്ടന് ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ്. ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് മീനാക്ഷിയുടെ വിളി. അച്ഛാ, എന്നെ ഒന്നൊന്ന് അടുക്കളയെ സഹായിക്കുമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗോമതി ഞെട്ടി. കാരണം കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായി അടുക്കള ശരിക്കും കണ്ടിട്ട് പോലും ഇല്ല ബാലന്. കാരണം ഗോമതി കൊണ്ട് ചായ കൊടുക്കുന്നു, കുടിക്കുന്നു, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, കുടിക്കുന്നു, കഴിക്കുന്നു, അതൊക്കെ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഇല്ല. ഈ ചോദ്യം കേട്ടും ബാലൻ പറഞ്ഞു, ഞാനെന്താ അടുക്കള സഹായിക്കാനായിട്ട്? അല്ലച്ചാ, ആ ഗ്യാസ് ഒന്ന് തീർന്നു പോയി, അതൊന്ന് മാറ്റി ഒന്ന് കുത്തിത്തരാമെന്ന് ചോദിക്കാം. ഇത് കേട്ടതും ബാലന് അങ്ങ് ചെല്ലുക. കാരണം അറിയത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നാണക്കേടല്ലേ. കാരണം ഇത്രയും പ്രായമായിട്ട് അറിയത്തില്ലെന്ന്, അതിനേക്കാളും വലിയ നാണക്കേട് ഇനി വരാനില്ല. അങ്ങനെ നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അടുക്കളയിലേക്ക് ചെന്നിട്ട് ബാലൻ ഗ്യാസ് എവിടെയാ? മീനാക്ഷി കാണിച്ചു കൊടുക്കണം, അതാ ഗ്യാസ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ബാലൻ ഗ്യാസ് മാറ്റി കുത്താൻ തുടങ്ങുമ്പോഴത്തേനും മീനാക്ഷി ഒരു ചെറിയ പണി കൊടുത്താലോ അച്ഛനിട്ട്. കാരണം അച്ഛന് ഒരിച്ചിരി എല്ല് കൂടുതലുണ്ട്, ഇച്ചിരി കുറുമ്പ് കൂടുതലുണ്ട്. അപ്പോൾ ഒരു പണി കൊടുക്കാം. രാവിലെ തന്റെ ചായക്ക് കുറ്റം പറഞ്ഞതല്ലേ, ഒരു പണി കൊടുത്തില്ല എങ്ങനെ ശരിയാവുന്നേ? ബാലൻ എന്ത് ചെയ്യണം? പതൊക്കെ പോയി അത് ഇങ്ങനെ ഗ്യാസ് മാറ്റി കുത്താനായിട്ട് തുടങ്ങുമ്പോഴത്തേനും മീനാക്ഷി പെട്ടെന്ന് പറഞ്ഞു, അയ്യോ അച്ഛൻ സൂക്ഷിക്കണോട്ടാ, ഗ്യാസൊക്കെ പൊട്ടിത്തെറിക്കുമെന്ന് പറയണം. ഇത് കേട്ടതും ബാലൻ ഒറ്റയടിച്ച് ചാട്ടമായിരുന്നു. ബാലൻ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയി. പ്രതീക്ഷ കാര്യമില്ല. കാരണം ബാലനതൊന്നും പരിചയമില്ലാത്തൊരു കാര്യമല്ലേ. മീനാക്ഷിയോട് എന്താ അച്ഛാ എന്ത് പറ്റിയെന്ന് ചോദിക്കുക. നീ എന്താ ആളെ പേടിപ്പിക്കുകയാണെന്ന് നിൽക്കും. ഞാൻ പേടിപ്പിച്ചല്ല, സൂക്ഷിച്ച് കുത്തില്ലെങ്കിൽ ഗ്യാസ് പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞാ. അത് കേട്ട് ബാലൻ പറഞ്ഞതേ, നീ അത്ര പേടിപ്പിക്കുകയൊന്നും വേണ്ട, എനിക്കറിയാന്ന് പറയണേ. എന്നാ അച്ഛൻ ചെയ്തോളാൻ പറയാം. ഈ സമയത്ത് ബാലനൊരു പേടി. ഇനി ഇവള് പറഞ്ഞ പോലെ എങ്ങാനും ആണോ? പറയാൻ പറ്റില്ലല്ലോ, അറിയാനും പറ്റത്തില്ല എന്നൊരു ചിന്തയുണ്ട്. പിന്നീട് ബാലൻ ചോദിച്ചു, അല്ല ഇങ്ങനെ തന്നെയല്ലേ ഇത് കുത്തുന്നേണേ ചോദിക്കാം. എനിക്കറിയില്ല, ഒരു കാര്യം അമ്മയോട് ചോദിക്കാന്ന് പറയണേ. വേണ്ട വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് ബാലൻ നിൽക്കുകയാണ്. പിന്നീട് മീനാക്ഷി നേരെ ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്നിട്ട് ചോദിച്ചു, അല്ലമ്മേ അച്ഛനൊരു ഗ്യാസ് പോലും എടുത്ത് കുത്താൻ അറിയത്തില്ലല്ലേ എന്ന് ചോദിക്കുക. എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, അച്ഛൻ അടുക്കള കിടന്ന് തിത്തിരയുടെ വെക്കുന്നുണ്ട്. കാരണം അച്ഛന് നല്ല പരിചയമില്ലാത്ത പരിപാടിയാണെന്ന് മനസ്സിലായെന്ന് പറയാം. അതേ, ബാലേട്ടൻ നല്ല പേടിയുണ്ട്, അതാന്ന് പറയണേ. കാരണം ബാലേട്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാനല്ലേ എപ്പോഴും ചെയ്യാറുള്ളേ, അതുകൊണ്ടാന്ന് പറയാം. മീനാക്ഷി പറഞ്ഞു, അതാ അമ്മയുടെ കുഴപ്പം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അമ്മയ്ക്കൊരു വയ്യായക വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പൊ അച്ഛനാണെങ്കിൽ ആർക്കാണ് എന്തേലും അറിയാവോ? ഇതാ പറയുന്ന അത്യാവശ്യമൊക്കെ അടുക്കള കയറി പഠിക്കണമെന്ന് പറയണേ. അടുക്കള എന്താ, എവിടെ, എങ്ങനെ ഇരിക്കണം എന്നൊക്കെ നോക്കണമെന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പറ്റും. ഒരു ദിവസം നമുക്കൊരു വീഴ്ച പറ്റി നമ്മൾ കിടപ്പിലായി പോയിട്ടുണ്ടെങ്കിലേ ആര് ചെയ്തു തരും? ഇന്നിപ്പോൾ അമ്മയ്ക്കൊരു വീഴ്ച പറ്റി, ഞാനും കൂടെ ഈ വീട്ടിലില്ലായിരുന്നെങ്കിലോ? ഇത് കേട്ടപ്പം ഗോമതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ബാലേട്ടൻ വല്ല കടയിൽ നിന്ന് ഫുഡ് മേടിക്കാം. അതാ പറഞ്ഞേ, അങ്ങനെ വരുമ്പോൾ അച്ഛൻ കടയിൽ നിന്ന് മേടിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗോമതി, അതൊന്നും കുഴപ്പമില്ല, നീ എന്തേലും ഒന്നും ഉണ്ടാക്കി വെച്ചാൽ മതി എന്ന് പറയണേ. അതെ, ഒരു കാര്യം ചെയ്യും, ഞാൻ എഴുന്നേറ്റ് വരാന്ന് പറയും. വേണ്ട വേണ്ട, അമ്മ എഴുന്നേറ്റ് വരുമൊന്നും വേണ്ട, അമ്മ ഇപ്പൊ എഴുന്നേക്കുക വേണ്ട, ഞാൻ ഉണ്ടായിക്കോളാം, ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം, അച്ഛൻ ആഹാരമൊക്കെ കഴിക്കട്ടെ എന്ന് പറയാം. അങ്ങനെ രാവിലെ മീനാക്ഷി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുവാണ്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഗോമതിക്കുള്ള കൊണ്ടു കൊടുത്തു. പിന്നീട് ബാലൻ എല്ലാവരും കഴിക്കാനായിട്ട് വിളിക്കുകയാണ്. പക്ഷേങ്കിൽ ബാലനാണെങ്കിൽ കഴിക്കാൻ തുടങ്ങിയ കറിയൊന്നും ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ബാലൻ ചോദിച്ചു, ഇങ്ങനെയാണ് കറിയൊക്കെ ഉണ്ടാക്കണേന്ന് ചോദിക്കുക. അച്ഛാ, ഇങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ, രാവിലെ ചായ ഉണ്ടാക്കിയപ്പോൾ അച്ഛൻ കുറ്റം പറഞ്ഞു, ഇതേ ഇപ്പൊ കറികളൊക്കെ ഉണ്ടാക്കിയ അച്ഛൻ കുറ്റം പറയേ. ഇങ്ങനെയാണെങ്കിലേ വൈകുന്നേരം തൊട്ട് ഞാൻ ഉണ്ടാക്കത്തില്ല കേട്ടോ, അച്ഛൻ തന്നെ ഉണ്ടാക്കേണ്ട വരുമെന്ന് പറയാം. ഇത് കേട്ടതും ബാലൻ പെട്ടു. എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെ തീർന്നു. മീനാക്ഷിയുടെ അടുത്ത് മാത്രം പിടിച്ചിരിക്കാൻ പറ്റില്ല. മീനാക്ഷി അതെ, ആരിനും അതെ, ഉരുളയ്ക്ക് ഉപ്പേര് പോലെ മറുപടി പറയും. തെറ്റെന്ന കാര്യമാണെങ്കിൽ തെറ്റാന്ന് മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. അതിപ്പോ അച്ഛനാന്നോ അമ്മയാന്നോ ആരാന്നോ നോക്കത്തില്ല. ആ ഒരു സ്വഭാവമാണ് മീനാക്ഷിക്കുമായിരുന്നു. അത് ബാലിന് മനസ്സിലാകുകയും ചെയ്തു. ഇനിയിപ്പോ ഇവളോട് ഇനിയിപ്പോ എന്തെങ്കിലും കുറ്റം പറയാൻ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും വൈകുന്നേരം ഇവിടെ ഫുഡും കൂടെ ഉണ്ടാക്കിയെന്ന് വരത്തില്ല. ഇത് കേട്ടപ്പോൾ മനസ്സിൽ പറഞ്ഞു, അതച്ചാ
ഇനിയിപ്പോ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിട്ട് മീനാക്ഷി ചേച്ചി വൈകുന്നേരം ഫുഡ് ഉണ്ടാക്കിയില്ലെങ്കിലേ അച്ഛൻ പുറത്തുനിന്ന് ഫുഡ് മേടിക്കേണ്ടി വരും എല്ലാവർക്കും എന്ന് പറയാം. ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല, ഇവള് ചെയ്ത് പഠിച്ചോളൂ എന്ന് പറയാണ്. ഇങ്ങനെയൊക്കെയല്ലേ ചെയ്ത് പഠിക്കണേന്ന് പറയാം. ഇത് കേട്ടപ്പം മീനാക്ഷി ഒന്ന് ചിരിക്കുക. ഈ സമയം മിത്ര ആകെപ്പാടെ സങ്കടത്തിലായിരുന്നു. മിത്രയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ട്. മിഥുനെ കണ്ടൊന്ന് സംസാരിക്കണം. വ്യാഴാഴ്ച ആണെങ്കിൽ സ്വർണം എടുക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് തനിക്ക് എങ്ങനെയിരുന്ന് പുറത്ത് ഇറങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ല കാര്യമായിരുന്നു. കുറച്ചൊരു സമയം കിട്ടിയാൽ മാത്രം മതി. പിന്നീട് മിത്ര മിഥുനെ വിളിക്കുകയാണ്. മിഥുനെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എവിടെയാന്ന് ചോദിക്കുകയാണ്. അതെ, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് പറയാം. അല്ല, അതെ, വ്യാഴാഴ്ച ഞാൻ ടൗണിലേക്ക് ഇറങ്ങുന്നുണ്ടെന്ന്. അല്ല, ടൗണിലേക്ക് ഇറങ്ങുന്നതിനാ? വ്യാഴാഴ്ച സ്വർണ്ണങ്ങളൊക്കെ എടുക്കുവാന്ന് പറയണം. ഇത് കേട്ടതും ഇതിന്റെ മനസ്സിലൊരു ലഡു പൊട്ടി. ആഹാ, കൊള്ള, സ്വർണ്ണമൊക്കെ അങ്ങനെ എടുത്തു വെക്കട്ടെ, എന്നിട്ട് വേണം കളി തുടങ്ങാനായിട്ട്. കാരണം ഇതിനു വേണ്ടിയിട്ടൊക്കെയല്ലേ താൻ അവളെ പ്രണയിച്ച് തന്നെ ഈ ഒരു അവസരത്തിന് വേണ്ടി തന്നെ കാത്തിരുന്നത്. പിന്നീട് മിത്ര ചോദിച്ചു, അല്ല, സ്വർണ്ണമൊക്കെ എടുത്തപ്പം നിന്റെ കല്യാണം നടത്തുക തന്നെ അവർ തീരുമാനിച്ചല്ലേ നിൽക്കുക. അതെന്താ അങ്ങനെ പറയണേ? ഇനിയിപ്പോൾ അവർ തീരുമാനിച്ചിട്ട് അതൊന്നും കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാന്ന് പറഞ്ഞ് മിഥുനെ ആശ്വസിപ്പിക്കുന്നുണ്ട് മിത്ര. ആ സമയത്ത് മിത്രയ്ക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. ഒരു പക്ഷേങ്കില് അച്ഛനും കൊച്ചച്ഛനും എല്ലാവരും തീരുമാനിച്ച വിവാഹമാണ്. പോരാത്തിന് മാറ്റക്കല്യാണം. അലോകേട്ടനാണെങ്കിലോ ഭയങ്കര പ്രതീക്ഷയോടുകൂടി തന്നെ ഇരിക്കണേ. ആതിരെ വിളിക്കുന്നു, സംസാരിക്കുന്നു, അതൊക്കെ ഓർത്തിട്ട് ഇനിയിപ്പോൾ കൃത്യസമയത്ത് താൻ കാല് വാരിട്ടാണെങ്കിൽ ഈ കുടുംബം ഒരു മിക്കവാറും യുദ്ധങ്ങളായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഓർത്തപ്പോൾ ഉള്ള സമാധാനം കൂടെ മിത്രയുടെ പോവാണ്. പിന്നീട് മിത്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അലോക് ഇങ്ങോട്ട് വരുന്നത്. അലോക് വന്നിട്ട്, നീ ആരെയാ വിളിച്ചെന്ന് ചോദിക്കും. ആരെയല്ല. അലോക് വരുന്ന കണ്ടപ്പോൾ തന്നെ മിത്ര പെട്ടെന്ന് കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കരുതി നീ വിവേകിനെയാണ് വിളിച്ചതെന്ന്. കാരണം മിത്രനെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ്റെ പേരും വിവേകെന്ന. വിവേകിനെ ആയിരിക്കും വിളിച്ചതെന്ന് പറയാം. എൻ്റെ ഇതൊരു ഫ്രണ്ട് വിളിച്ചാന്ന് പറയാം. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവമംഗലത്തിന് മുറ്റത്തേക്ക് അവിടേക്ക് അങ്ങനെ നമ്മുടെ ആര്യം വന്നത്. അപ്പൊ ആര്യം നോക്കുമ്പോഴത്തേനും മിത്ര അലോകും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ആരിനെ കണ്ടപ്പോഴത്തേനും അലോക് പറഞ്ഞു, ഇവിടെ ചിലരൊക്കെ ഉണ്ട്, നമുക്ക് വരുന്ന സ്വാഭാവികം കണ്ട് അവരൊക്കെ അസൂയ കൊണ്ടിരിക്കുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ മിത്ര പെട്ടെന്ന് ആരെ കുറിച്ചായിരിക്കും പറയണേ. പെട്ടെന്നാണ് ആര്യൻ അവിടെ നിൽക്കുന്നത് കണ്ടേ. പക്ഷെ മിത്രയ്ക്കൊന്നും പറയാൻ തോന്നില്ല. കാരണം തന്റെ സിറ്റുവേഷൻ ഇപ്പം വളരെ മോശമാണ്. താൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ നിന്നിട്ട് ആര്യൻ എന്തേലും വിളിച്ചു പറഞ്ഞാലോ, ആ ഒരു ചിന്ത ഉണ്ടാവുന്നുണ്ട്. മിഥുനെ കുറിച്ചൊക്കെ ആര്യൻ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് മിത്രയൊന്നും മിണ്ടാ നിൽക്കുക. മിത്ര പറഞ്ഞു, മിത്രയോട് അലോക് പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ അമേരിക്കയ്ക്ക് പോവല്ലേ, പിന്നെ നമ്മൾ അവിടെ അമേരിക്കയിലായിരിക്കും എന്ന് പറയാം. ചിലരുടെയൊക്കെ തിരുമോന്ത കാണണ്ടല്ലോ, പിന്നെ നമുക്ക് പിന്നെ അവിടെ സുഖമല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടത് ആര്യം പറഞ്ഞു, മനസ്സിലായി, ആരെ ഉദ്ദേശിച്ചാ പറഞ്ഞതെന്ന് മനസ്സിലായെന്ന് പറയാം. ഇത് കേട്ട അലോക് പറഞ്ഞു, മനസ്സിലായല്ലോ, അത്രയും മതിയെന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ ഇവിടുന്ന് എങ്ങനെയല്ലോ ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നേ ഉള്ളൂ. രാവിലെ ഇറങ്ങുമ്പോഴും വൈകുന്നേരം കയറുമ്പോഴും എല്ലാം ചിലരുടെയൊക്കെ മോന്ത കാണല്ലോ എന്ന് പറയാം. ഇത് കേട്ടപ്പം ആര്യം പറഞ്ഞു, അതെ, അധികം അങ്ങോട്ട് നിഗളിക്കൊന്നും വേണ്ടാന്ന് പറയാം. ഈ സമയം അലോക്, എന്താടാ നിഗളിച്ചാല്? ഇതോടെ പറഞ്ഞു, അതെ, കല്യാണം നടന്നാലേ നടന്നെന്ന് പറയാൻ പറ്റുള്ളൂ, കല്യാണം നടക്കണ്ടേന്ന് ചോദിക്കും. ഓഹോ, അപ്പൊ നീ കല്യാണം മുടക്കാൻ തീരുമാനിച്ചെന്ന് ചോദിക്കും. അതെ, കല്യാണം മുടക്കുന്ന സ്വഭാവമൊന്നും ഞങ്ങൾക്കില്ല, എന്റെ അച്ഛൻ ഞങ്ങളത് പഠിപ്പിച്ചിട്ടില്ല, അതൊക്കെ നിങ്ങളുടെ വീട്ടുകാർക്കല്ലേ ഉള്ളതെന്ന് ചോദിക്കുക. പെട്ടെന്ന് അലോക് ചോദിച്ചു, അതെന്താടാ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാനങ്ങ് പറയാ, ഇതേ സ്വാഭാവികമായിട്ട് അങ്ങനെയാ വരാനുള്ള ചാൻസ് ഉള്ളൂ. കാരണം നിങ്ങളെപ്പോലെ അത്ര ദുഷ്ട മനസ്സൊന്നുമല്ല എൻ്റെ ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ എന്ന് പറയാണ്. ഈ സമയം മിത്ര പറഞ്ഞു, പിന്നെ നിങ്ങളെല്ലാവരും വലിയ ബെസ്റ്റ് പാർട്ടീസുകളല്ലെന്ന് പറയണം. അപ്പോഴാണ് അങ്ങോട്ട് മീനാക്ഷി ഇറങ്ങി വരുന്നത്. മീനാക്ഷി വന്നിട്ട് ചോദിച്ചു, എന്താന്ന് ചോദിക്കണേ? ഒന്നുമില്ല അടുത്തെന്ന് പറയണം. ഈ സമയം അലോക് പറഞ്ഞു, നീ വാ മിത്രനെന്നും പറഞ്ഞുകൊണ്ട് മിത്രേനെ കൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോണ്. അല്ല, എന്താ നീ അവരോട് വഴക്കുണ്ടാക്കുവാണെന്ന് ചോദിക്കും. ഇല്ലെന്നേ, ചുമ്മാ ഓരോന്ന് പറഞ്ഞാലേ. എന്തൊരു വീമ്പുറച്ചിലൊക്കെയാ. കല്യാണം കഴിഞ്ഞാൽ അങ്ങോട്ട് അമേരിക്കയിലാണ് എന്തൊക്കെ പ്രകടനങ്ങളാണ് നടത്തുന്ന അറിയാവോ? കല്യാണം നടന്നിട്ട് വേണ്ടേ എൻ്റെ ഏട്ടത്തിന്ന് ചോദിക്കണം. എന്താടാ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, ആ മിത്രയുടെ ഒക്കെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ കല്യാണം നടക്കാണ്ട് വഴിയില്ലാന്ന് പറയാം. എന്താ, അവൾക്ക് വല്ല അതിനെന്തേലും ഉണ്ടോ? അതൊക്കെ ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അതൊക്കെ ഇനി ഏടത്തിയമ്മ കണ്ടറിഞ്ഞാൽ മതി എന്ന് പറയാം. ഇതും പറഞ്ഞിട്ട് ആരും അങ്ങോട്ട് കയറിപ്പോവാം. ഈ സമയം മീനാക്ഷി ചിന്തിച്ചു, ഇനിയിപ്പം മിത്രയ്ക്ക് വല്ല അയമ്പല്ലതും ഉണ്ടോ, അതാണോ ആര്യൻ ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചിന്തിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നേ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.